Good morning. കേൾക്കാലോ അല്ലേ? കേൾക്കാം സാർ. നമ്മൾ ലാസ്റ്റ് ഡേ റേഷ്യോ അനാലിസിസിന്റെ ഫോർമുലാസ് എല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതിന്റെ പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the financial statement of a company contains the following information. First one, cash 1,60,000, sundry debtors 4 lakh, short term investment 3,20,000, stock 21,60,000, total current assets 30 lakh, and the total 30,50,000. Then current liabilities 10 lakh, then 10% deposit 16 lakh, equity share capital 20 lakhs, then retained earnings 8 lakhs. Statement of profit for the year: sales 20% cash sales plus cost of goods sold 28 lakh, then profit before tax profit before tax 12 lakhs less interest $1,60,000, then profit before tax 10,40,000, profit after tax 7,28,000. So ഇത്രയാണ് നമുക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുള്ള. ടോട്ടൽ കറണ്ട് അസറ്റ്സ് വന്നിട്ടുണ്ട്, ദെൻ കറണ്ട് ലയബിലിറ്റീസ് വന്നിട്ടുണ്ട്, ദെൻ ഡിബഞ്ചേഴ്സ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റീറ്റൈൻഡ് ഏർണിംഗ്സ് വന്നിട്ടുണ്ട്. നമുക്ക് കുറെ റേഷ്യോസ് ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ക്വിക്ക് റേഷ്യോ ഫോർമുല എന്താണ്? ക്വിക്ക് റേഷ്യോ ഫോർമുല എന്താണ്? Quick asset divided by quick liabilities. Quick assets divided by quick liability equal to എന്താണ്? Current liability അല്ലേ? Current liabilities നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. Then quick assets എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? Quick assets Current asset minus inventory minus prepaid expense. Current assets minus inventories minus prepaid expenses. Okay. So ഇവിടെ നമുക്ക് ടോട്ടൽ കറണ്ട് അസറ്റ്സ് വന്നിട്ടുണ്ട്. കറണ്ട് അസറ്റ്സ് എത്രയാണ്? $30,50,000 ഉണ്ട്. അതിൽ നിന്ന് എന്താണ് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? സ്റ്റോക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസ് ക്വിക്ക് അസറ്റ്സ് സോ നമുക്ക് എന്താണ് ടോട്ടൽ കറണ്ട് അസറ്റ്സിൽ നിന്ന് കറണ്ട് അസറ്റ്സ് എത്രയുണ്ട്? 30,50,000. ഇതിൽ നമ്മൾ എന്തൊക്കെ ലെസ് ചെയ്യും? പ്രീപെയ്ഡ് എക്സ്പെൻസ്, സ്റ്റോക്ക് ലെസ്
stock and prepaid expenses 21,60,000, then 10,000. The same method to throw on the quick assets. $8,80,000. 8,80,000. Okay, so quick asset 8,80,000. Then question length തന്നിട്ടുണ്ട്. Current liabilities എത്രയാണ്? Already given ആണ് current liabilities 10 lakhs equal to എത്ര വരും? Ratio 8,80,000 divided by 10 lakh. 0.88 is to 1. 0.88 is to 1. 0.88 is to 1. Then second one. Good answer. Good, sir. Jana kitilo alle. Then next one, debt equity ratio. Debt equity ratio. So the formula debt equity ratio formula Debt divided by equity. Debt by equity. debt divided by Equity. debt divided by equity. Debt divided by equity. ഇവിടെ എത്രയാണ് ഡെപ്റ്റ് എത്രയുണ്ട് ഇക്വിറ്റി എത്രയുണ്ട് ഈ ക്വസ്റ്റ്യനിൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. സോ ഡെപ്റ്റ് മീൻസ് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഫോർമുല പ്രകാരം? ഡെപ്റ്റ് മീൻസ് ഡിബഞ്ചേഴ്സ് പ്ലസ് ലോങ് ടൈം ബോറോയിങ്സ്. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? 10% ഡിബഞ്ചേഴ്സ്. എത്രയാണ് ഡെപ്റ്റ് ഉള്ളത് ക്വസ്റ്റ്യനിൽ? 16 lakhs അല്ലെ? 16 lakhs divided by equity. Equity means equity share capital plus preference share capital plus retained earnings minus എന്താണ് ഫിഡ് എക്സ്പെൻഡിച്ചർ ഇഫ് എനി ലെസ് ചെയ്യുന്നത് equity share capital plus preference share capital plus reserves on surplus minus miscellaneous expenditure if any. Okay, so ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്താണ് റീറ്റൈൻഡ് ഏർണിംഗ്സ് ഉണ്ട്. സോ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 28 lakhs. 20 lakhs plus 8 lakhs equal to 28 lakhs. That means 16 divided by 28 lakhs. 16 divided by 28. So വരും ratio 0.57 is to 1. 0.57 is to 1. Clear? Hello, sir. Equity ratio, debt equity ratio, quick ratio കഴിഞ്ഞു, debt equity ratio കഴിഞ്ഞു, return on capital employed. Return on capital employed. Return on capital employed. So നമുക്ക് ഇവിടെ നമുക്ക് പല ആഫ്റ്റർ ടാക്സ് ഫോർമുല യൂസ് ചെയ്യാം, ബിഫോർ ടാക്സ് ഫോർമുല. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, ദാറ്റ് മീൻസ് കംപ്ലീറ്റ് ക്യാപിറ്റൽ മീൻസ് എന്താണ്? ഓൺ ഫണ്ട് പ്ലസ് ലോൺ ഫണ്ട്. ഇൻ ദ സെൻസ് നമുക്ക് എന്തൊക്കെ വരും? ക്യാപിറ്റലില് ഇക്വിറ്റിയും ഉണ്ടാവും, ഡെപ്റ്റും ഉണ്ടാവും. സോ നമുക്ക് ഒരു ഫോർമുല എന്ത് ചെയ്യാം? EBIT, പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. കറക്റ്റല്ലേ? ബിഫോർ ടാക്സ് നമ്മൾ എടുത്തിരിക്കുന്നു. ദാറ്റ് മീൻസ് എൻറ്റയർ ക്യാപിറ്റൽ, ഇക്വിറ്റിയും ഡെപ്റ്റും കൺസിഡർ ചെയ്തിട്ട് അതിൽ കവർ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? EBIT. ഓക്കെ, സോ ഡെപ്റ്റിന് അഗേൻസ്റ്റ് ഇൻട്രസ്റ്റ് പോയിക്കുമ്പോഴാണ് EBT ആകുന്നത്. ടാക്സ് കൊടുത്തുമ്പോഴാണ് EAT, ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് ആകുന്നത്. സോ ഇവിടെ നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അഗേൻസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ എന്തെടുത്തു? ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 12 lakhs.
divided by total capital employed. So ROC percentage into 100 varum. EBIT divided by total capital employed into 100. Total capital employed varum. Total capital employed. Total capital employed. Total capital employed means endana? Itrayum area varthille. Total capital. Dane. Equity plus debt. So equity own fund annum, idine loan fund annum. So രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ എത്രയുണ്ട്? Total capital employed. എത്ര? 44 lakhs. 20 lakhs. 16 plus 20, 36 plus 8, 44. 44 lakhs. 44 lakhs into 100. 44 lakhs into 100. So try to answer. 12 divided by 44 into 100. Then 27.27%. Get answer. Then ഇനി എന്തുകൂടെയാണ് കണ്ടുപിടിക്കേണ്ടത്? മൂന്നെണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. Average collection period, assuming 360 days in a year. Average collection period. Average collection period. So the fourth one. Average collection period. എങ്ങനെ കണ്ടുപിടിക്കാം average collection period formula ഓർമ്മയുണ്ട്? Average collection period. 365 days divided by receivable turnover ratio. Okay. So എന്തായിരുന്നു പറഞ്ഞത്? 360 days എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. Then debtors turnover ratio പറയാം അല്ലേ? So debtors turnover ratio എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Net credit sale by average account receivable. Debtors turnover ratio formula ഒന്നുകൂടെ ആലോചിച്ച് പറയാം. Credit sales by average accounts receivable. Then എത്രയാണ് ഇവിടെ sundry debtors നമുക്ക് തന്നിരിക്കുന്നു? 4 lakh തന്നിരിക്കുന്നു. Then ഇതിനകത്ത് സെയിൽസ് തന്നിട്ടുണ്ട്. അതിൽ 20% ക്യാഷ് സെയിൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് എത്രയാണ്? 80% എന്തായിരിക്കും? ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആവറേജ് കളക്ഷൻ പീരീഡ് എത്ര വരും? ആവറേജ് കളക്ഷൻ പീരീഡ് സെയിൽസ് എത്രയാണ്? സെയിൽസ് 40 lakh. So 20% cash sales, 20% cash sales. So obviously 80% എന്തായിരിക്കാം? Credit sales. $32 lakhs. Then 8 lakhs. So credit sales കിട്ടി. Then ഇവിടെ average debtors എടുക്കാൻ മാത്രം ഓപ്പണിംഗും ക്ലോസിംഗും തന്നിട്ടില്ല. Sundry debtors തന്നിട്ടുണ്ട് 4 lakh. So ഇതിനെ എന്തായിട്ട് എടുക്കുക? Average receivables അല്ലെങ്കിൽ average debtors ആയിട്ട് എടുക്കുക. Then average debtors 4 lakhs. Debtors 4 lakhs. So average collection period എത്ര വരും?
So 360 divided by debtors അല്ലെങ്കിൽ collection turnover ratio, receivable turnover ratio ആണ്. So എത്ര വരും? 32 lakh divided by 4 lakh. Eight. So 360 divided by 8, 45 days. So 360 divided by debtors turnover ratio. Okay. So that means 360 divided by 32 lakhs divided by 8 lakhs. So 4 lakhs. 360 divided by 8, 45 days. Get it? First question. Clear? Yes, sir. Yes. Done. Next question. There was Nokia. Third question Nokia. Question set. Third question Nokia. JK Limited has following balance sheet as on 31st March 2019 and 31st March 2018. Source of fund, shareholders fund, loan fund, application of fund, fixed asset, cash and bank, debtors, stock, other current liabilities, less current liabilities. Other current assets, less current assets. The income statement. So let's say sales less cost of goods sold, gross profit, selling general and administrative expenses. Earnings before tax. $170 and another. Less interest 113. Then profit before tax 57. Then profit less tax at 23. And profit after tax at 34. Calculate for the year ended 18-19. Inventory turnover ratio. Leverage you take a financial leverage. On the leverage analysis, where the chapter discussing. Then return on investment, return on equity, average collection period. Source of fund, application of fund, 19, 18. Then sales, cost of goods sold, gross profit, expenditure, EBIT, then less interest, EBT, then less tax, EAT. PAT. So, this period calculate for year 18-19. Okay, so that means financial year 18-19. That means that ends with 31st March 2019. First one, inventory turnover ratio. First one, inventory turnover ratio. Inventory turnover ratio. Formula and inventory turnover ratio. Sales by average. Inventory turnover ratio. Sales are inventory. Sales are cost of goods sold. Cost of goods sold. Okay, so cost of goods sold alla otherwise sales cost of goods gross profit sales inventory turnover cost of goods sold sales gross profit cost of goods sold. Okay, so inventory turnover ratio, cost of goods sold divided by cost of goods sold divided by average inventory. Stock inventory. So ഇവിടെ നമുക്ക് 31st March 2018 ഒരു cost of goods sold ഉണ്ട്, 31st March 2019 ഒരു cost of goods sold ഉണ്ട്. ഇതിൽ ഏത് cost of goods sold എടുക്കും?
നമ്മുടെ പീരീഡ് ഏതാണ് 18-19 വരുമ്പോൾ ഏതാണ് 31st March 2019 അല്ലേ 18-19 ഫിനാൻഷ്യൽ ഇയറിലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സോ ഏതെടുക്കും? 20,000. എപ്പോഴും നമ്മൾ ഈ ഹെഡ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവര് 18 ആദ്യം പിന്നെ 19 അല്ല തന്നിരിക്കുന്നത്. സോ ഒത്തിരി പേർക്ക് വരുന്ന തെറ്റിതാണ്. നമ്മൾ ഇത് ഈ രണ്ട് കോളം ഇന്റർചേഞ്ച് ചെയ്ത് വായിക്കരുത്. ഇതാണ് 18, ഇതാണ് 19. സോ ഓർഡറിലൊന്നും അല്ല, ആദ്യം ലേറ്റസ്റ്റ് തന്നിരിക്കുന്നത്, പിന്നീടാണ് 2018 തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. സോ എത്രയാണ്? 29 lakhs ആണ്. 20,860 lakhs. Then average inventory. Average inventory means opening plus closing divided by 2. Average inventory. Opening. So എന്താണ് opening? അല്ലെ 31st March 2018 എന്ന് പറയുന്നതായിരിക്കുമല്ലോ 1st April 2018. അതല്ലേ opening. 31st March 2019 എന്ന് പറയുന്നതാണല്ലോ closing. സോ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 ആണ് എന്ത്? ആവറേജ് ഇൻവെന്ററി. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് ഫോർമുല ആവറേജ് ആണെങ്കിൽ നമുക്ക് ഓപ്പണിംഗും ക്ലോസിംഗും തന്നിട്ടില്ല എങ്കിൽ ദാറ്റ് മീൻസ് ക്ലോസിംഗ് ബാലൻസ് വിൽ ബി ടേക്കൺ ആസ് ആവറേജ്. അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. സോ അവിടെ ഓപ്പണിംഗ് തന്നിട്ടില്ല എങ്കിൽ, സോ നമുക്ക് ഓപ്പണിംഗ് ബാലൻസിംഗ് കൂടെ ആയിട്ട് കണ്ടുപിടിക്കേണ്ട സെനാരിയോ ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ, സോ അവിടെ ഡെറ്റേഴ്സ് ആവറേജ് ഒന്നും എടുക്കാൻ നിൽക്കില്ല. ബിക്കോസ് ക്ലോസിംഗ് ഡെറ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഓപ്പണിംഗ് കണ്ടുപിടിക്കാനായിട്ടൊന്നും തന്നിട്ടില്ലെങ്കിൽ ആ ഡെറ്റേഴ്സ് വിൽ ബി ടേക്കൺ ആസ് ആവറേജ്. സോ ഇവിടെ എന്താണ് കറക്റ്റ് ആയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമുക്കറിയാം. സോ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡ് ബൈ 2 ആണ് എന്ത്? ആവറേജ് ഇൻവെന്ററി. സോ ഓപ്പണിംഗ് എത്രയാണ്? 2,00,000 അല്ലേ? 407 പ്ലസ് 2,867 ഡിവൈഡഡ് ബൈ 2. നേരെ ആൻസർ കണ്ടുപിടിക്കും. lakhs ആണ്. Ready? 7.91 times. Times ആണ്. Turnover ratio times ആണ്. ഇത് എത്രയായിരുന്നു? 2,637 അല്ലേ? സോ 7.91 times. ക്ലിയർ അല്ലേ? സോ ഇതിനകത്ത് അതിന്റെ സെയിൽസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം, സെയിൽസ് അല്ല, സെയിൽസും ഇപിയും തന്നിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എടുത്ത് തന്നെ ചെയ്യണം. Then second one, return on investment. Return on investment. Return on investment. ROI. Return on investment. So നമുക്ക് എന്തെടുക്കാം? ഇൻവെസ്റ്റ്മെന്റ് ടോട്ടൽ ക്യാപിറ്റൽ നമ്മൾ എടുക്കാം. EBIT divided by total capital employed into 100. Total capital employed into 100. Investment, that means total investment, total capital employed. എന്ന രീതിയിൽ എടുത്തു. Formula EBIT divided by capital employed into 100. So question നമുക്ക് എത്രയാണ്? EBIT earnings before interest and tax 1,70,000. Sorry, 170 lakhs. 170 lakhs divided by total capital employed. Total capital employed. Sorry, total capital employed. ഇത് രണ്ടുമാണ് ആഡ് ചെയ്യേണ്ടത്. ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ ലോൺ ഫണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള 5,947 lakhs into 100. Right answer. $2.85. 2.85. %. Now we answer 2.8.
അതെ സാർ. ഇനി എന്താണ് കണ്ടുപിടിക്കുന്നത്? റിട്ടേൺ ഓൺ ഇക്വിറ്റി. Return on equity. Return on equity. That's the formula. Net profit after tax minus preference dividend, if any, divided by equity shareholders fund or net worth. Return on equity. Profit after tax. Profit after tax in the preference dividend on the question. So now profit after tax will be taken as 34. Profit after tax divided by shareholders fund. Shareholders fund 2,377. 2,000 shareholders fund. 34 divided by 2,377. 1.43%. 1.43%. 1.43%. Then average collection period. Average collection period. Average collection period. ഇവിടെ average collection period formula എന്താണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ 360 എടുക്കാൻ പറ്റില്ല. നമുക്ക് എന്തെടുക്കാം? 365 divided by debtors turnover അല്ലേ? സോ ഇവിടെ debtors turnover കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? ക്രെഡിറ്റ് സെയിൽസ് വേണം. ഇവിടെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ ക്വസ്റ്റ്യനിലെ പോലെ സെയിൽസിന്റെ എത്ര പേഴ്സന്റെ ആണ് ക്രെഡിറ്റ് സെയിൽസ്? ഇല്ല. സോ നമുക്ക് എന്തെങ്കിലും അസ്യൂം ചെയ്യും നമ്മൾ? ഈ സെയിൽസ് എൻറ്റയർ സെയിൽസ് ഈസ് ക്രെഡിറ്റ് സെയിൽസ്. അസ്യൂം ദാറ്റ്. ഒരു വർക്കിംഗ് നോട്ടായിട്ട് എഴുതിയിരിക്കണം. അസ്യൂം ഇവിടെ എഴുതിയേക്കാം. ബിക്കോസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് അസംഷൻ ഇല്ല എങ്കിൽ, അസംഷൻ അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയില്ല? സെയിൽസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടില്ല. അസ്യൂം ദാറ്റ് എൻറ്റയർ sales is on credit. Okay. Then you know kണ്ടുപിടിക്കാലോ. Average collection period 365 divided by debtors turnover ratio. അല്ലെങ്കിൽ average collection period, average receivable ratio, turnover ratio, receivables turnover ratio. Okay. So 365 divided by 1,000. 22,165. 22,165 divided by ഇവിടെ ക്ലോസിംഗും അല്ലെ, ഓപ്പണിംഗ് ക്ലോസിംഗ് ഉണ്ട്. 22,165 divided by average. സോ എത്രയൊക്കെയാണ് ഡെറ്റേഴ്സ്? 1168 plus 1495 divided by 2. 1168 plus 1495 divided by 2. 22 days. 22 days. 21 point something എന്താ വരുന്നുണ്ട്. സോ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് 22 days. 21.9 days എന്നാ വരുന്നത്. റൗണ്ട് ഓഫ് ടു 22 days. Round off to 22 days. Clear? അതെ സാർ. Sir.
Then നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ബ്രീഫ് കമന്റ് എന്നുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ ഒക്കെ നമുക്കെല്ലാം കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തിട്ട് അവസാനത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Then next one. MNP Limited made plans for the next year 2019-20. It is estimated that the company will employ a total assets of 25 lakhs. Okay, total assets 25 lakhs, 30% of assets being financed by debt and at an interest cost of 9% per annum. The direct costs for the year are estimated at rupees 15 lakhs and all other operating expenses are estimated at rupees 2,40,000. The sales revenue are estimated at rupees 22,50,000. Tax rate is assumed to be 40%. You are required to calculate net profit margin, return on asset, asset turnover, and return on equity. Return on equity. MNP Limited has made a plan for the next year, so and so. Estimated company will total assets. Total assets അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ടി ഫോമില് ബാലൻസ് ഷീറ്റ് വരയ്ക്കണമെങ്കിൽ assets amount rupees, liabilities amount rupees. Okay, so total assets now, that means current asset to fixed asset എല്ലാം കൂടെ ചേർന്നിട്ട് sundry assets എത്രയുണ്ട് 25 lakhs. So total asset ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അസറ്റ് സൈഡ് 25 lakh. ഇത് എന്തിനോട് ടാലി ആവണം, ലയബിലിറ്റി സൈഡുമായിട്ട് അല്ലെ. ഇതിൽ 30% എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്, 30% സെക്കൻഡേ ഈ ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, 30% of asset being financed by debt at an interest rate cost of 9% per annum. So debt എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, debt ബ്രാക്കറ്റിൽ 9% debt എത്ര ശതമാനമാണ്, ടോട്ടൽ ഈ 25 lakhsന്റെ 30% എത്ര വരും, അത് 7,50,000 അല്ലെ. സോ റിമൈനിങ് നമുക്ക് എന്തായിട്ട് എടുക്കാം, ഇക്വിറ്റി. ഓക്കെ, 17,50,000, 25 lakhs. Then direct cost for the year estimated at rupees 15 lakhs and all other operating expenses are estimated to 2,40,000. Sales revenue estimated 22,50,000. Tax rate തന്നിരിക്കുന്നു. സോ ഇതൊന്ന് കണ്ടുപിടിക്കാമോ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള്. നമ്മൾ സെയിൽസിൽ നിന്ന് ഡയറക്റ്റ് കോസ്റ്റ് കുറച്ചാൽ, സെയിൽസ് റവന്യൂവിൽ നിന്ന് ഡയറക്റ്റ് കോസ്റ്റ്, നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഫോർമുലയിലേക്ക് വേണ്ട കാര്യങ്ങളൂടെ കണ്ടുപിടിക്കാം. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് റുപ്പീസ്. സെയിൽസ് എത്രയുണ്ട്, സെയിൽസ് തന്നിരിക്കുന്ന പ്രകാരം സെയിൽസ് 22,50,000 അല്ലെ. സെയിൽസ് 22,50,000 ലെസ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റ്. സോ സെയിൽസിൽ നിന്ന് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ കുറച്ചാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്,
സെയിൽസിൽ നിന്ന് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ. നമ്മുടെ നോർമൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെ. സോ 15 lakhs സെയിൽസിൽ നിന്ന് 15 lakhs കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് GP ഗ്രോസ് പ്രോഫിറ്റ് എത്രയുണ്ടത് 7,50,000. Then other operating expense means in the sense നമുക്ക് എന്താ പറയാം indirect expenditure. So gross profit ൽ നിന്ന് indirect operating expenses അല്ലെങ്കിൽ other operating expenses കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടണം net profit. Other operating expenses എന്നത് 2,40,000. So ഇതിനെ നമുക്ക് നോർമലി നമ്മൾ എടുക്കുന്നത് EBIT ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ്. നെറ്റ് പ്രോഫിറ്റിന് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു കോൺസെപ്റ്റിൽ നമ്മൾ EBIT എന്നാണ് പറയുന്നത്. സോ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഒഴിവാക്കിയിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ വന്നു എന്ന രീതിയിൽ EBIT എത്ര വരാം അത് 5,10,000. EBIT 5,10,000. സർ ഇതിൽ പിന്നെ എന്ത് വന്നിരിക്കുന്നു നമ്മുടെ ഇൻട്രസ്റ്റ് എത്രയാണ് 9% ആണ് അല്ലെ. സോ നമ്മൾ എത്രയാണ് 7,50,000 9% ഇൻട്രസ്റ്റ് 7,50,000 നമ്മുടെ ക്യാപിറ്റൽ ഉണ്ട്. നമ്മൾ എത്രയാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ലെസ് ഇൻട്രസ്റ്റ്. ഇവിടെ വർക്കിംഗ് എഴുതണം 7,50,000 ഇൻറ്റു 9% വരും 67,500. സോ EBIT യിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചു. സോ നമുക്ക് എന്ത് കിട്ടും EBT എത്രയാണത് 4,42,500 അല്ലെ. Then അതിൽ നിന്ന് എന്ത് കുറയ്ക്കാം ലെസ് ടാക്സ്. എത്ര പെർസെന്റ് ടാക്സ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനില് 40%. ടാക്സ് അറ്റ് ദ റേറ്റ് 40% കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എത്രയാണ് 40% വരുന്നത് 1,77,000 17,000 1,77,000 4 lakh അല്ലേ. അതിന്റെ 40% മാത്രം വരുള്ളൂ. സോ ടാക്സ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് 2,65,500. സോ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടി. നേരെ ആൻസർ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, റിട്ടേൺ ഓൺ അസറ്റ്, അസറ്റ് ടേൺ ഓവർ ആൻഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. സോ ഇവിടെ നമ്മുടെ എക്സ്പെൻഡിച്ചർ ഫസ്റ്റ് വൺ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ. സോ നമ്മൾ ഇത് ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് എടുക്കുക. ദാറ്റ് മീൻസ് എല്ലാ എക്സ്പെൻഡിച്ചറും കഴിഞ്ഞിട്ടുള്ള ഒരു മാർജിൻ ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. സോ ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് എടുക്കുക. സോ EBIT ഏതെടുത്താലും നമുക്ക് എന്താണ് ഒരു നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ആണ് കിട്ടുന്നത്. സോ നമ്മുടെ എക്സ്പെൻഡിച്ചർ ടാക്സ് ഉൾപ്പെടെയുള്ള എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പ്രോഫിറ്റ് മാർജിൻ കണ്ടുപിടിച്ചു എന്ന രീതിയിലാണ് അത് എടുത്തിരിക്കുന്നത്. ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. സോ ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് എത്രയാണ് 2,65,500. 2,65,500 divided by net sales. Net sales 22,50,000. 22,50,000 into 100. 11.8%. 11.8%. 11.8%. Then second one. എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് റിട്ടേൺ ഓൺ അസറ്റ്സ്. റിട്ടേൺ ഓൺ അസറ്റ്സ്. റിട്ടേൺ ഓൺ അസറ്റ്സ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയാം. ടോട്ടൽ അസറ്റ് മീൻസ് ഇക്വലന്റ് ടു എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. റിട്ടേൺ ഓൺ അസറ്റ്. സോ ഇതിനെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നോ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ഏത് ഫോമിൽ യൂസ് ചെയ്യാം EBIT ഡിവൈഡഡ് ബൈ
capital employed into 100. EBIT divided by capital employed into 100. So EBIT at 5,10,000 divided by 25 lakh into 100. 5,10,000 divided by 25 lakhs into 100. Right? 20.4 percentage. 20.4 percentage. Okay. So return on asset control. The third one and asset turnover. Asset turnover formula. Cost of goods sold. Asset turnover. Turnover by company. Turnover ratios എല്ലാം എന്താണ് വരുന്നത് അസറ്റ് ഇപ്പം പറഞ്ഞാല് ഇൻവെന്ററി ടേൺ ഓവർ അല്ല ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് അസറ്റ് ടേൺ ഓവർ വരുമ്പോഴത്തേക്കും എന്താണ് ടോട്ടൽ ടേൺ ഓവർ നെറ്റ് സെയിൽസ് സംടൈംസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് യൂസ് ചെയ്യാറുണ്ട് അതാണ് തന്നിരിക്കുന്നത് അല്ലാത്ത സിനാരിയോയിലൊക്കെ നമ്മൾ എന്താണ് എടുക്കുന്നത് സോ ഇവിടെ എന്തിന്റെ ആവശ്യം വരുന്നില്ല ഇൻവെന്ററിയെ കുറിച്ചല്ല പറയുന്നത് അസറ്റ് ടേൺ ഓവർ ആണ് അസറ്റ് ടേൺ ഓവർ മീൻസ് സെയിൽസ് നെറ്റ് സെയിൽസ് അസറ്റ് ടേൺ ഓവർ asset turnover ratio sales net sales divided by asset total assets into 100. So turnover into 100 varthilla. Third turnover ratio times sales 22 lakhs 50,000. 22 lakhs 50,000 divided by total assets 25 lakhs. 25 lakhs. 22 lakhs 50,000 divided by 25 lakhs. 0.9 times 0.9. Then return on equity. Return on equity. It's not good in the use here. Earnings after tax divided by earnings after tax divided by net worth. Regular. Equity. Two lakh 65,500 divided by 17 lakh 50,000. 17 lakh 50,000 into 100. $15.17. 15.17. 15.17 percentage. Ideal. Oh, sir. Then
സെയിൽസ് എത്രയാണ് 12,50,000, വേരിയബിൾ കോസ്റ്റ് 10,30,000, ലോസ് റുപ്പീസ് 1 lakh. സോ നമ്മുടെ ഇക്വേഷൻ സെയിൽസ് എത്രയാണ് 12,50,000 ലെസ് വേരിയബിൾ കോസ്റ്റ് 10,30,000. സോ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? കോൺട്രിബ്യൂഷൻ. സോ കോൺട്രിബ്യൂഷൻ എത്ര വരുന്നുണ്ട്? 2,20,000 ലെസ് ഫിക്സഡ് കോസ്റ്റ്. പക്ഷേ നമുക്ക് എന്തെടുക്കണം? പ്രോഫിറ്റ്. സോ ഇവിടെ പക്ഷേ എന്താ തന്നിരിക്കുന്നത്? ലോസ് ആണ്, ഓർ ലോസ്. സോ ലോസ് നമുക്ക് ബ്രാക്കറ്റ് ഇടാം 1,96,000. സോ കോൺട്രിബ്യൂഷന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താൽ ദാറ്റ് മീൻസ് മൈനസ് ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. ദാറ്റ് മീൻസ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? 2,20,000 പ്ലസ് 1,96,000. 2,20,000 പ്ലസ് 1,96,000 എത്ര വരും? ഫിക്സഡ് കോസ്റ്റ്. സോ ഇത് ലെസ് ഇത് എന്ന് പറയുന്നത് മൈനസ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ 2,20,000 മൈനസ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് മൈനസ് 1,96,000. ലോസ് മീൻസ് മൈനസ് പ്രോഫിറ്റ്. സോ ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു കൊണ്ടുവന്നു ഈ മൈനസിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ 2,20,000 പ്ലസ് 1,96,000 ലെവൽ. സോ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 4,16,000. സോ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു 4,16,000. ദെൻ എന്തുകൂടെ കണ്ടുപിടിക്കണം? പി വി റേഷ്യോ. PV ratio എന്താണ് ഫോർമുല? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് വോളിയം. പ്രോഫിറ്റ് മീൻസ് കോൺട്രിബ്യൂഷൻ, വോളിയം മീൻസ് സെയിൽസ്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ എത്രയാണ്? 2,20,000 ഡിവൈഡഡ് ബൈ സെയിൽസ് 12,50,000 into 100. 12,50,000 into 100. Right, എത്ര പെർസെന്റ് കിട്ടും? 17.6%. 17.6%. ഒരു മിനിറ്റ് കേട്ടോ അഞ്ചിലേക്ക് നോക്കാം. ഒന്നുമില്ല, സെയിൽസ് വേരിയബിൾ കോസ്റ്റ് വന്നിട്ടുണ്ട്. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇത് മാർജിനൽ കോസ്റ്റ് ഫോർമുലയാണ്. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ പ്രോഫിറ്റ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നെഗറ്റീവ് പ്രോഫിറ്റ്. ലോസ് മീൻസ് നെഗറ്റീവ് പ്രോഫിറ്റ്. സോ 2,20,000 നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് മൈനസ് 1,96,000. Therefore ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 4,16,000. ദെൻ പി വി റേഷ്യോ ചോദിച്ചിരിക്കുന്നു. എന്താണ് പി വി റേഷ്യോ ഫോർമുല? പ്രോഫിറ്റ് വോളിയം. പ്രോഫിറ്റ് മീൻസ് കോൺട്രിബ്യൂഷൻ, വോളിയം മീൻസ് സെയിൽസ്. സോ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. 2,20,000 divided by sales. 12,50,000 into 100, 17.6. Clear? Then next one. Average stock of firm is 80,000. So average stock is equal to opening stock plus closing stock divided by 2. So average എത്ര എന്തായിരിക്കുന്നു? 80,000. Opening stock 10,000. നമുക്ക് എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. സോ കിട്ടും ക്ലോസിംഗ് സ്റ്റോക്ക് $1,50,000. അല്ല, ഓപ്പണിംഗ് സ്റ്റോക്ക്
10,000 less than closing stock. Opening stock is rupees 10,000 less than. Okay. So opening stock 10,000 alla question thannikkannathu. Opening stock is less than nana. So opening stock 10,000 alla. Opening stock is less than, okay, 10,000 of closing stock. So let closing stock excited again. So opening stock endu varum? X minus 10,000. X minus 10,000. X minus 10,000. So substitute here. 80,000 is equal to X minus 10,000 plus X divided by 2. So cross multiply 1,60,000 is equal to 2x minus x. So 2x minus 10,000. So 2x is equal to 1,60,000 plus 10,000. 2x is equal to 1,60,000 plus 10,000 is equal to 1,70,000. Therefore, x is equal to 1,70,000 divided by 2. Right to 85,000. 85,000. So x എന്ന് പറഞ്ഞാൽ എന്താണ്? Closing stock. Okay. Therefore, closing stock is equal to 85,000. 85,000. Clear? Yes, sir. Okay. Opening stock is less than just ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല. Opening stock 10,000 എടുത്തു. Okay. So closing stock എന്തിന്റെ ബേസിസിലാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പറഞ്ഞിരിക്കുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക്. സോ ആ അൺനോൺ നമ്മൾ എക്സാക്ട് എടുത്തു, അതേ മൈനസ് 10,000 ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് എടുത്തു. ദെൻ ആവറേജ് സ്റ്റോക്കിന്റെ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ജസ്റ്റ് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പിലൂടെ ആൻസറിലേക്ക് വന്നു 85,000. ദെൻ നെക്സ്റ്റ് വൺ. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഓഫ് എ ഫേം ഈസ് 25. ഇങ്ങനത്തെ ഒന്നും വരത്തില്ലല്ലോ അല്ലേ? ഇല്ല, ഇത് നമ്മൾ വലിയൊരു ഇപ്പം അതായത് ഇങ്ങോട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യാനായിട്ട് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ നമ്മുടെ വലിയൊരു പ്രോബ്ലത്തിൽ ഇത് കയറി വരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്സ് വരുത്തണമെന്നായിരുന്നു ഇത്. പക്ഷേ ഈ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിൽ വരും, അത് വരികയും ചെയ്യും. ക്വസ്റ്റ്യനിൽ എക്സാമിന് ചോദിക്കുന്നതാണ്, ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. പ്രോഫിറ്റ് മാർജിൻ ഈസ് 25% ഓൺ സെയിൽസ്. പ്രോഫിറ്റ് മാർജിൻ ഈസ് 25% ഓൺ സെയിൽസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് 1,75,000. ദെൻ സെയിൽസ് ഫിഗർ. Sales plus GP ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ? സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,75,000 ആണ് സെയിൽസിന്റെ. സോ സെയിൽസ് 25% ആണ്. Gross profit of the firm is 25% on sales. So sales എത്ര കണ്ടുപിടിക്കും? So sales നമ്മൾ 100% ആയിട്ട് എടുത്താൽ ഇത് 25, ഇത് 100%, 25%, ഇത് എത്രയാണ്? 75% ആണ്. So 75% 1,75,000 ആണെങ്കിൽ സെയിൽസ് എത്ര കിട്ടും? 1,75,000. സോ ഇവിടെ നമുക്ക് എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? ഫൈൻഡ് ഔട്ട് ദ സെയിൽസ് ഫിഗർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് സെയിൽസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ പറയാം, 1,75,000 ഡിവൈഡഡ് ബൈ 75%. 100% ആയിട്ടാനായിട്ട് നമുക്ക് കിട്ടും 2,33,333.33 അല്ലെ? 2,33,333.33. സോ എന്താ വെച്ചാൽ ഈ പറയുന്ന ഈ കോസ്റ്റ് സെയിൽസിന്റെ എത്ര പേഴ്സൺ ആണ് GP എന്ന് വരുന്നതെല്ലാം നമ്മുടെ മിക്ക ക്വസ്റ്റിനകത്ത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അതേപോലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വരുന്നത് അതിനകത്തെല്ലാം കോമൺ ആണ്. ഈ പറഞ്ഞ പോലെ ആവറേജ്, ഓപ്പണിംഗ് ഇതിനേക്കാൾ കൂടുതൽ, ക്ലോസിംഗ് ഇതിനേക്കാൾ കൂടുതൽ. സോ അതൊക്കെ സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെറ്റ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. സോ 2,33,333.33. സോ ഡിഫറൻസ് എത്ര വരും? It's 1,75,000. So 58,000. 333.33 ആണ്.
in the GP. Okay. ഇത് ഈ ഒരു സംഭവം നമുക്ക് വലിയ ക്വസ്റ്റിനകത്ത് ഇത് എങ്ങനെ കണ്ടുപിടിക്കണം എന്നൊന്നും പറയില്ല. ജസ്റ്റ് ഒരു പേഴ്സണേജ് തരും, എന്റെ ഒന്നെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ സെയിൽസ് ഏതെങ്കിലും തരും. സോ നമ്മൾ തന്നിരിക്കുന്നതിൽ വെച്ചിട്ട് സെയിൽസ് 100 ആണെങ്കിൽ ഇത് 25 ആണ്. സോ അത് കുറച്ച് കിട്ടുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 75% ആണെങ്കിൽ സെയിൽസ് എത്ര വരും നമ്മൾ അവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? നെക്സ്റ്റ് വൺ. Rate of gross profit on cost is 25%. Total sales 10 lakh and average stock is rupees 1,60,000. Compute stock turnover ratio. Stock turnover ratio formula എന്താണ്? Profit and cost of goods sold divided by average stock. Cost of goods sold, average stock. So in that നമുക്ക് എന്ത് ക്വസ്റ്റ്യനിൽ തന്നെ given ആണ് average stock is 1 lakh. That means denominator over നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? Cost of goods sold. Cost of goods sold. എപ്പോഴാണ് നമ്മൾ മെറ്റീരിയൽ അങ്ങനെയുള്ള നമ്മൾ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റിയോട് കൂടെ എപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരെ നമുക്ക് എന്താണ് അറിയാം? സെയിൽസ് പ്ലസ് GP നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. ഓക്കെ അല്ലേ? സോ ഇതിനകത്ത് എന്ത് തന്നിരിക്കുന്നു? സെയിൽസ്, ടോട്ടൽ സെയിൽസ് 10 lakh. നമ്മൾ എപ്പോഴും നോക്കണം GP പേഴ്സന്റ് തന്നിരിക്കുന്നത് എന്തിന്റെ ബേസിസിലാണ്? കോസ്റ്റ് 25% കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിന്റെ ബേസിസിലാണ് അല്ലെ? സോ ഇതിന്റെ കോസ്റ്റ് മീൻസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. സോ GP എന്ന് പറയുന്നത് 25% ഓഫ് കോസ്റ്റ് ഓഫ്. സോ എന്തെടുത്ത് 100 ആയിട്ട് ഇത് 100 ആയിട്ട് എടുത്താൽ സോ എന്തിന്റെ ബേസിസിലാണ് GP തന്നിരിക്കുന്നത്? സോ ഇത് കയറി 100 എടുത്താൽ എന്ത് വരും? നമുക്ക് കൂടുതൽ ഫ്രാക്ഷനോട്ടൊക്കെ പോയിട്ട് പെട്ടെന്ന് ഒരു ആൻസറിലേക്ക് എത്താൻ പാടായിരിക്കും. സോ ഇത് നമ്മൾ 100 എടുത്താൽ ഇത് എത്രയാണ്? 25%. ഇത് 100% ഇട്ടെങ്കിൽ ഇത് എത്രയായിരിക്കും? 125% ആയിരിക്കില്ലേ? സോ GP റേഷ്യോ തന്നിരിക്കുന്നത് എന്തിന്റെ ബേസിസിലാണ്? അതിനെ 100 ആയിട്ട് എടുക്കുക. നമുക്ക് ആ ഒരു കറക്റ്റ് പേഴ്സന്റേജ് കിട്ടാനായിട്ടാണ്. സോ എന്താണ് ഇത് 100 കിട്ടണമെങ്കിൽ ഇത് 25 ആണെങ്കിൽ ഉറപ്പായിട്ട് ഇതെന്തായിരിക്കും? 125. സോ 125 എന്ന് പറയുന്നതാണ് എന്ത്? 10 lakh. അങ്ങനെയാണെങ്കിൽ 100 എത്രയാണ് കണ്ടുപിടിക്കുക. സോ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈസ് ഈക്വൽ ടു 10 lakh divided by 125%. അല്ലെ? 10 lakh divided by 125%. 10 lakh divided by 125%. Right? Ready? 8 lakhs. So നമ്മുടെ ഫോർമുലയിലോട്ട് ഇടുക 8 lakhs divided by 16 lakhs. Try to answer. 16 1,60,000. അക്കൗണ്ടൻസിയിലെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഓൺ കോസ്റ്റ് 25% ആണെങ്കിൽ ഓൺ സെയിൽസ് 20 അങ്ങനെ എടുത്താലും മതിയല്ലോ? മതി. അത് അതിന്റെ കോൺസെപ്റ്റ് ഇതാണ്. കോസ്റ്റിൽ ഇത്രയാണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും ഒന്നും കൂടുതലും എന്ന് പറയുന്നത് അതിന്റെ കോൺസെപ്റ്റ് ഇതാണ്. ചെയ്തു വരുന്നത് ആക്ച്വലി ഇതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞാൽ 1/3 ആണെങ്കിൽ 1/4 അല്ലെങ്കിൽ 1/4 ആണെങ്കിൽ 1/6 ആണ് കിട്ടുന്നത്. അതിന്റെ ബേസിസിലാണ് എഴുതിയാലും മതി, കുഴപ്പം ഒരു കുഴപ്പമില്ല. 20%. സോ കോസ്റ്റിന് 25% പ്രോഫിറ്റ്. സോ 20% ആയിരിക്കും. എന്തിനാണ് സെയിൽസിന് 25 ആണെങ്കിൽ കോസ്റ്റിന്റെ 20%. ഓക്കെ, 1,60,000. സോ അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് തന്നെയാണ്, ഇതിനകത്ത് തന്നെയാണ് അത് വരുന്നത്. പക്ഷേ നമ്മൾ പലയിടത്തും റേഷ്യോ നമ്മൾ ഫൗണ്ടേഷനിൽ പഠിക്കുന്ന റേഷ്യോ അനാലിസിസ് നമ്മൾ പലയിടത്തും യൂസ് ചെയ്യും. അതേപോലെ അതൊരു കോൺസെപ്റ്റ് ആണ്. ആക്ച്വലി അത് വരുന്നത് ഇങ്ങനെയാണ്. റൈറ്റ് ആൻസർ 5 times. 5 times. . 5 times. 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 5 times
പെർസെന്റേജ് കേട്ടില്ല? ഓക്കെ സർ. ഒന്നുമില്ല. ക്ലിയർ അല്ലേ? ഡൗട്ട് ആണെന്ന് ചോദിച്ചാൽ അല്ല, ഒന്നുമില്ല. ക്ലിയർ ആണോ അല്ലേ? സോ അങ്ങനെ എടുക്കാനും ചിലർ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ എടുത്താലും തെറ്റില്ല. ഇത്രതിന്റെ കോസ്റ്റിന്റെ ഇത്ര പേഴ്സൻ്റ് ആണെന്ന് പറഞ്ഞാൽ സെയിൽസിന്റെ ഇത്ര ആണെന്ന് പറഞ്ഞിട്ട് ചെയ്യാം. പ്രോഫിറ്റ് കോസ്റ്റിന്റെ സെയിൽസിന്റെ 25% ആണെങ്കിൽ സെയിൽസിന്റെ കോസ്റ്റിന്റെ 20% ആയിരിക്കും. അതല്ലേ ചോദിച്ചാൽ മനസ്സിലായി. Then next one. Cost of goods sold 2,40,000. Stock turnover ratio 2 months. Opening stock 6,000 more than closing stock. Calculate closing stock. ഇവിടെ നമ്മൾ 12 months ആയിട്ട് എടുക്കാവോ? 12 months divided by 2, 6 times. So അതിനകത്ത് എപ്പോഴും പറഞ്ഞിട്ട് ഡേയ്സ് ആണ് വന്നിരിക്കുന്നത്, അങ്ങനെ മന്ത്സ് ആണ് വന്നിരിക്കുന്നെങ്കിൽ ടോട്ടൽ 12 months ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടണം? ഇൻ ടൈംസ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 2 months. So that means 12 divided by 2, 6 times. Then stock turnover ratio formula endana? Cost of goods sold divided by average stock. Cost of goods sold divided by average stock. So that implies നമുക്ക് stock turnover ratio അറിയാം, എത്രയാണ്? 6 ആണ്. So question അറിയാവുന്ന substitute here, 6 equal to cost of goods sold അറിയാം 2,40,000 divided by average stock. Okay, നമ്മൾ cross multiply നമുക്ക് എന്ത് കിട്ടും? Average stock is equal to 2,40,000 divided by 6. 2,40,000 divided by 6. 2,40,000 divided by 6. To 40,000. Then opening stock is 6 more than. വീണ്ടും നമുക്ക് average stock അറിയാം. Average stock formula എന്താണ്? Opening plus closing divided by 2. So 40,000 is equal to opening stock is 6,000 more than closing stock. So closing stock in x at the less, let closing stock equal to x. So opening stock x plus 6,000 plus x divided by 2. Closing stock 37,000. Closing stock 37,000. So 80,000 minus 6,000 equal to 2x. Therefore, x is equal to 74,000 divided by 2, 37,000. So x ആണ് നമ്മൾ എന്താ എടുക്കുന്നത്? Closing stock. Therefore, closing stock equal to 37,000. നമുക്ക് എന്താ വെച്ചാൽ വലിയൊരു പ്രോബ്ലത്തിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. സോ നമുക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് അവിടെ ഇട്ടിട്ട് പോകാറുണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് എക്സാം ചോദിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സിമ്പിൾ പ്രോബ്ലംസിൽ നല്ല ഗ്രിപ്പ് ഉണ്ടെങ്കിൽ വലിയ പ്രോബ്ലത്തിൽ ഇടയ്ക്ക് കയറി വരും. Then next one. A trade carries an average stock of rupees 40,000. His stock turnover ratio is 8 times. He sells the goods after profit of 20% on sales. Find out his profit. Find out his profit. Stock turnover ratio is equal to cost of goods sold divided by average
Stop. 8 is equal to 8 is equal to cost of goods sold divided by average stock, 40,000. So cost of goods sold is equal to 40,000 into 8, 3,20,000. Sales goods at profit of 20% on sales. So sales plus GP, cost of goods sold, 3,20,000. So the 100% ആണ് sales ആണ്, ഇത് 20 ആണ്, ഇത് 80% ആണ്. So അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. So 3,20,000 divided by 80 into 20. $80,000. 3,20,000 divided by 80 into 20. 80,000. Clear? Yes, sir. Then next one. Cost of goods sold 5,000. Gross profit 20% on sales. Cash sales 25% of credit sales. Find out credit sales. Sales less gross profit and the cost of goods sold. That's 5 lakhs. So the 20% on sales, so the 100 lakh. So obviously the 80%. So sales total sales is equal to 5 lakh divided by 80%. 80 into 100. 5 lakh divided by 80%. Total sales at 25,000, 6 lakh. 6 lakh 25,000. So ഇതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അല്ല, ഔട്ട് ഓഫ് ആ ടോട്ടൽ സേൽസിൽ എത്രയാണ്? 25% ക്രെഡിറ്റ് സെയിൽസ്, ഒബ്വിയസ്ലി മറ്റേതായിരിക്കും ക്യാഷ് സെയിൽസ്. സോ ഇതില് 6,25,000 എത്ര പെർസെന്റേജ് ആണ്? 25% ക്രെഡിറ്റ് സെയിൽസ് ആണ്. സോ എത്ര കിട്ടും? 1,200. 1 lakh. Well, cash sales are 25% of credit sales now. Cash sales are 25% of credit sales. So total sales in itra percentage credit sales nalla parnirikkunnathu. Cash sales are 25% of credit sales. X plus 0.25 x equal to Point. So inatha either x ആയിട്ട് എടുക്കും. credit sales. Let credit sales be x. So cash sales എത്രേ വരുന്നുള്ളൂ? Credit sales ന്റെ cash sales ആണ് credit sales ന്റെ 25%, 0.25x. രണ്ടൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 6,25,000. Therefore, x plus 0.25x is equal to 6,25,000. Therefore, 1.25x is equal to 6,25,000. X is equal to 6,25,000 divided by 1.25. 6,25,000 divided by 1.25. 5 lakh. Right, 5 lakhs. 5 lakhs ആണ് എന്ത് കിട്ടിയിരിക്കുന്നത്? ക്രെഡിറ്റ് സെയിൽസ്. സോ ഇതിന്റെ 25% എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് സെയിൽസ്. 1,25,000.
cash sales equal to 5 lakh into 25%, 1,25,000. So example sometimes നമ്മൾ ചാർട്ടായിട്ട് ഒക്കെ എഴുതാൻ ടൈം കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. സോ ഡിസ്ക്രിപ്റ്റീവ് ആക്കുന്നതിന് പകരം ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത് എഴുതിയാൽ ഇത് ക്യാഷ് സെയിൽസ് ആണ്. സോ ലെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതിയിട്ട് നമ്മൾ ഈ ഫോർമുല ആയിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അത് നമുക്ക് എക്സാമിന് യൂസ് ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആണ്. നമുക്കത് പറ്റഴിയില്ല, ബട്ട് അതൊരു ക്ലിയർ ആയിട്ടായിരിക്കണം സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ചാർട്ട് വരയ്ക്കുന്നത്. സോ നമുക്ക് ഒത്തിരി ഡിസ്ക്രിപ്ഷൻ ഒഴിവാക്കാം. എക്സാമിന് നമ്മുടെ ടൈമാണ് നമ്മുടെ കൺസ്ട്രെയിന്റ് ആകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസന്റേഷൻ ഇങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് പറയുന്നില്ല, ആൻസർ ആദ്യം തന്നെ വർക്ക് നോക്കണം പറഞ്ഞിരുന്നത്. സോ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചാർട്ട് പോലെയോ എപ്പോഴും ഇതേ കണക്കുള്ളതിലൊക്കെ ചാർട്ട് ആക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് ഇത്ര ഈക്വൽ ടു കണ്ടുപിടിച്ചിട്ട് പിന്നെ ആഡ് സെയിൽസ്. സോ ഇത് ടോട്ടൽ ആണ്, ഇതാണ് ഇത്ര പെർസെന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എടുത്തു ക്വസ്റ്റ്യൻ പ്രകാരം ഇതാണ്. സോ അത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇക്വേഷൻ സോൾവ് ചെയ്ത് ആൻസർ എടുക്കാം. ഓക്കെ അല്ലേ? Then next one, gross profit ratio. Gross profit ratio on sales is 30%. Total gross profit is 2,70,000. Cash sales 3,50,000. Average debtors 1,10,000. Calculate debtors turnover ratio. Calculate debtors turnover ratio. Debtors turnover ratio formula എന്താണ്? Net credit sales divided by average debtors. Average debtors. Okay, cash sales തന്നിട്ടുണ്ട് 3,50,000. Average debtors. So denominator തന്നിട്ടുണ്ട് 1,10,000. സോ ഇനി നമുക്ക് എന്താണ് ബാക്കി നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്തിനു വേണ്ടിയാണ്? ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്. നമുക്ക് താഴോട്ട് വരാം. വർക്ക് നോട്ടായിട്ട് ഇതൊരു ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് gross profit ratio on sales is 30%. Total gross profit is 2,70,000. Gross profit ratio on sales is 30%. So sales less gross profit gross profit ratio GP ratio. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കിവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ പ്രത്യേകിച്ച് ആവശ്യം വരുന്നില്ല. സോ ജി പി റേഷ്യോ ഫോർമുല എന്താണ്? ജി പി റേഷ്യോ gross profit by sales. GP divided by sales. So GP ratio 30% equal to GP divided by sales. Therefore, sales is equal to, that implies sales. Now already gross profit on 2,70,000. 2,70,000 divided by 30%. Total 9 lakhs. So sales total sales 9 lakh. So the cash sales 3,50,000 ആണ്. Therefore, credit sales is equal to 9 lakh minus 3,50,000. 5,50,000. So substitute here 5,50,000 divided by average debtors 1,10,000 is equal to 5 times. Clear? Then next question. Go. From the following information, calculate average collection period. Average collection period. From the following information, calculate average collection period. Total sales, cash sales, sales return,
total debtors at the end, bills receivable, bad debts provision, creditors. Average collection period. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം average collection period? divided by latest on average. Average collection period. So നമ്മുടെ ഡേയ്സിലേക്ക് കൊണ്ടുവരാണെങ്കിൽ 365 days divided by receivable turnover ratio. Debtors turnover ratio. Debtors turnover ratio കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? Debtors turnover ratio, net credit sales divided by Average debtors. Average debtors. Average debtors. Average debtors. Average bills receivable. So total sales on cash sales on. So credit sales credit sales 80,000. 1 lakh. That's work not at it. നമുക്ക് ഒറ്റയടിക്ക് അറിയാം നമുക്കിത് 80,000 ആണ് 1 lakh minus 20. ബട്ട് അത് വെയിറ്റേജ് ഉള്ള വർക്ക് നോട്ടാണ്. നമ്മൾ താഴെ വർക്ക് നോട്ടായിട്ട് നമുക്ക് ആൻസർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ അതിനെ സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മൾ എത്ര എഴുതി കഴിഞ്ഞാൽ ഒരു 2 ലൈൻ വിട്ട് ഡെറ്റേഴ്സ് കണ്ടുപിടിച്ച് ബാക്കിയുള്ള താഴത്ത് നമുക്ക് ഇഷ്ടം എത്ര വർക്ക് നോട്ട് നമ്മൾ എഴുതണം അത്രയും. സോ മാർക്ക് അനുസരിച്ച് പ്ലാൻ ചെയ്ത് വർക്ക് നോട്ട്സ് എഴുതുക. So credit sales 80,000, then 80,000 divided by average debtors. So ഇതിനകത്ത് നമ്മൾ എന്താണ് ഈ average receivables പ്രൊവിഷൻ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. സോ ഇതിന് നമുക്ക് കളക്ഷൻ എത്രയാണ് ആവറേജ് കളക്ഷൻ നമുക്ക് ഓപ്പണിംഗ് ഒന്നും തന്നിട്ടില്ല. ഓപ്പണിംഗ് ഒന്നും തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ഡെറ്റേഴ്സ് അത് തന്നിട്ടില്ല. സോ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലോസിംഗ് ഉള്ള ഡെറ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ ആണ്. സോ ആവറേജ് debtors at the end is equal to 11,000, then bills receivable provision നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ആവറേജ് പ്രൊവിഷൻ പീരീഡ് കണ്ടുപിടിക്കാണ്ട് ബാഡ് പ്രൊവിഷൻ must not be considered. അതായിരുന്നു 4,000. So 15,000 try to today's 80. Sales returns follow. Net sales. So another sales returns കണ്ടില്ല. ടോട്ടൽ സെയിൽസ് ക്യാഷ് സെയിൽസ് റിട്ടേൺസ് ഉണ്ടായിരുന്നു. സോ ക്രെഡിറ്റ് സെയിൽസിൽ ചെറിയൊരു വ്യത്യാസം വരും. ക്രെഡിറ്റ് സെയിൽസ് നെറ്റ് സെയിൽസ് എത്ര വരത്തുള്ളൂ? 1 lakhൽ നിന്ന് 7,000 പോയിട്ടുള്ള 93,000. സോ നെറ്റ് സെയിൽസ് 1 lakh minus 7,000, 93,000. Then credit sales എന്ന് പറയുമ്പോൾ net sales 93,000 minus cash sales 20,000. So എത്ര വരും? 73,000. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 73,000 divided by 15,000. ആ കിട്ടുന്ന debtors turnover 365 divided by ആ കിട്ടുന്ന നമ്മുടെ ആൻസർ. Today's 80.
4.8. Days. 74. 4.866. 4.8666. It's a random. So then 365 divided by 75 days. Clear? So the sales return on okay. Sales minus sales return on net sales. So then cash sales or credit sales. Clear? 1 lakh returns consider that sales minus sales return on net sales. Net sales in cash sales. So the credit sales to answer like one. Okay. Then next one. A company has capital of 10 lakhs. Its turnover is 3 times the capital and operating margin on sales is 8%. Find out the return on investment. Capital 10 lakhs. Turnover 10 into 3, 30 lakhs. And operating margin on sales is 8%. Operating margin. That implies operating profit. The operating profit EBIT, earnings before interest and tax. That means direct expenditure matram profit scenario EBIT. So this is 8% into sales 30 lakhs. Operating margin and the EBIT. 2,40,000. Now find out return on investment ROI. EBIT divided by capital into 100. EBIT 2,40,000 divided by capital 10 lakh into 100. Into 100. Okay. So that's the return on investment. Ready? 24%. Then next question. Gross profit of a firm is 1,60,000. Operating expenses are 50,000. Tax rupees 10,000. Owners fund 2,50,000. Calculate return on owners fund. So now return on owners fund. Return on equity. Okay. So now formula a profit available to equity shareholder. That means now profit after tax divided by equity shareholders fund. Equity shareholders fund into 100. Okay. So now today gross profit of the firm 1,60,000. Okay. So GP then less operating expenses. So direct expense matram GP sales then operating expenses 50,000. EBIT.
PBIT നമ്മുടെ പാറ്റേൺ എടുത്തുകൊണ്ട് PBIT 1,10,000. Clear അല്ലേ? Then ഇൻട്രസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടോ? So profit before tax 1,10,000. Then അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ടാക്സ് കുറയ്ക്കുക. ലെസ് ടാക്സ്. എത്രയാണ് ടാക്സ്? എത്രയാണ് ക്വസ്റ്റ്യൻ? ടാക്സ് എത്രയായിരുന്നു? 10,000. സോ PBTയിൽ നിന്ന് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് ടാക്സ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 1 lakh. സോ നേരെ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 lakh divided by owners fund 2,50,000 into 100. Right to traversing to 40%. Okay. Okay, next question. Turnover to fixed asset ratio is 4.5:4. Turnover to fixed asset ratio is 4:5.4. 4:5.4. Cost of sales is rupees 4,28,000. Gross profit ratio is 20%. Compute value of fixed asset. So turnover to fixed asset ratio formula endana? So ഇവിടെ പറഞ്ഞത് എന്താണ്? ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ടേൺ ഓവർ ടു ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഇതാണ് നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ആൾക്കാര് സ്റ്റുഡൻസ് തെറ്റിക്കുന്നത്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണെങ്കിൽ എന്ത് കറക്റ്റ് ആണ്? ടേൺ ഓവർ ബൈ turnover to fixed asset. Okay, so formula എന്ത് വരും? Turnover to fixed asset equal to turnover divided by fixed asset. എന്ന് പറഞ്ഞാൽ എന്താണ്? 4 divided by 5.4 ആണ്. Turnover divided by fixed asset. നേരത്തെ മറിച്ച് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആയിരുന്നെങ്കിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഫിക്സഡ് അസറ്റ് ടു ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ടേൺ ഓവർ ടു ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണെങ്കിൽ ടേൺ ഓവർ. സോ ഇവിടെ ഫിക്സഡ് അസറ്റ് ടു ടേൺ ഓവർ റേഷ്യോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ ഫോർമുല തന്നെ വന്നു, ടേൺ ഓവർ ടു ഫിക്സഡ് അസറ്റ്. ടേൺ ഓവർ ഡിവൈഡ് അല്ലെ, സോ റേഷ്യോ ഓഫ് എ ടു ബി, എ ഡിവൈഡഡ് ബൈ ബി. അതേപോലെ ടേൺ ഓവർ ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ്. ഓക്കെ, ടേൺ ഓവർ ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ് 4 divided by 5.4. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? ഫിക്സഡ് അസറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത് ഫിക്സഡ് അസറ്റ് ഈസ് ഈക്വൽ ടു ടേൺ ഓവർ ഇൻറ്റു 5.4 ഡിവൈഡഡ് ബൈ 4. നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സെയിൽസ് അല്ലെങ്കിൽ ടേൺ ഓവർ കണ്ടുപിടിച്ചാൽ നമുക്ക് ഫിക്സഡ് അസറ്റ് കണ്ടുപിടിക്കാം. സോ ടേൺ ഓവർ കണ്ടുപിടിക്കാൻ കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നിരിക്കുന്നു. സെയിൽസ് ലെസ് GP നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് സെയിൽസ് ഇവിടെ എത്രയാണ്? 4,28,000.
So 20%, the 100% obviously 80%. So 4,28,000 divided by 80%. 5,35,000 are നമ്മുടെ sales. 5,35,000. So sales is equal to 4,28,000 divided by 80%. 5,35,000. 5,35,000 turnover. അല്ലെങ്കിൽ sales 5,35,000. നേരെ substitute ചെയ്യാം. 5,35,000 into 5.4 divided by 4. 5,35,000 into 5.4 divided by 4. Right? 7,22,250. Clear on a question? Yes. Yeah, next one. W Limited has a current ratio 2.5 and liquid ratio 1.5. Working capital is 1 lakh. Ascertain current asset and inventory. Current assets and ഇതൊക്കെ ഈ വലിയ ക്വസ്റ്റ്യനിൽ നല്ലൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നതാണിത്. ഇതൊന്ന് കമ്പ്യൂട്ട് ചെയ്യുക. നമ്മൾ പഠിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരൊറ്റ ലൈനിൽ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. നിങ്ങൾ ഒന്ന് കമ്പ്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ ചെയ്യാം. Answer. നമുക്ക് ഫസ്റ്റ് എന്താണ് കറണ്ട് റേഷ്യോ ഫോർമുല എന്താണ് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്താണ് 2.5. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 2.5 കറണ്ട് ലയബിലിറ്റി അല്ലേ 2.5 കറണ്ട് ലയബിലിറ്റി കറക്റ്റ് അല്ലേ then liquid ratio തന്നിട്ടുണ്ട് അതുകൂടാതെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ഈക്വൽ ടു 1 lakh. Current asset minus current liability is equal to 1 lakh. So current asset നമുക്ക് എത്രയാണെന്ന് അറിയാം ഇത് ഒരുപാട് പ്രോബ്ലത്തിൽ നമ്മുടെ ഒരു മേജർ അഡ്ജസ്റ്റ്മെന്റ് ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ തരും ദാറ്റ് മീൻസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി തരും കറണ്ട് റേഷ്യോയും തരും സോ കറണ്ട് അസറ്റ് നമുക്ക് എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 2.5 current liability minus current liability is equal to 1 lakh. 1.5 current liability is equal to 1 lakh. Current liability is equal to 1 lakh divided by 1.5. Right? 66,667 round off ചെയ്ത് എടുത്തിരിക്കുന്നു 66,667. Okay. So current liability ഇതാണെങ്കിൽ നമുക്ക് കറണ്ട് റേഷ്യോയിൽ കറണ്ട് അസറ്റ് എന്ത് വരും 2.5 into 66,667 കിട്ടും കറണ്ട് അസറ്റ് .5 1,66,667 നമുക്ക് കറണ്ട് അസറ്റും കിട്ടി കറണ്ട് ലയബിലിറ്റിയും കിട്ടിയിട്ടുണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം ഇങ്ങനെ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് നോർമലി മിക്ക പ്രോബ്ലത്തിലുള്ളതാണ് കറണ്ട് റേഷ്യോയും തരും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും തരും അതിൽ നിന്ന് നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വിളിക്കും ഒറ്റയടിക്ക് നമുക്ക് എന്താണ് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കിട്ടും ദെൻ ക്വിക്ക് റേഷ്യോ ഫോർമുല എന്താണ് ക്വിക്ക് റേഷ്യോ liquid ratio അല്ലെങ്കിൽ quick ratio liquid ratio liquid asset divided by current liability so liquid ratio എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1.5 is equal to നമുക്ക് current liability അറിയാം 66,667 current asset അറിയാം 1,66,667 മൈനസ് എന്തൊക്കെയാണ് കുറയ്ക്കുന്നത് ഇൻവെന്ററി പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇൻവെന്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസും
സോ ഇവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. സോ നമുക്ക് എന്താണ് ഇൻവെന്ററി കുറച്ച് കിട്ടുന്നതായിരിക്കും എന്ത് ആൻസറിലേക്ക് വരുന്നത്. സോ $1.5 into 66,667 is equal to 1,66,667 minus inventory. എന്താണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്? അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ് ഇൻവെന്ററി. സോ ഒരു പ്രീപെയ്ഡ് എക്സ്പെൻഡിച്ചർ ഒന്നും ഇല്ലായിരിക്കും എന്നുള്ള ഒരു സെനാരിയോയിൽ നമ്മൾ ആൻസറിലേക്ക് വരും. Try to answer. $66,665. Inventory 66,667 അല്ലേ? ഒരു 1 lakh something 0.5 ആണ്. സോ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 66,667. ആക്ച്വലി ഇൻവെന്ററി മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. നമുക്കിവിടെ ഇൻവെന്ററി മാത്രം ചോദിച്ചുകൊണ്ട് നമുക്ക് അസംഷൻ ആണ്, അതിനകത്ത് പ്രീപെയ്ഡ് എക്സ്പെൻഡിച്ചർ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ. സോ നമുക്ക് എന്താണ് ഇൻവെന്ററി മാത്രം എടുത്ത് എഴുതി 66,667. ഓക്കെ അല്ലേ? എപ്പോഴും ഇതാ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ പറഞ്ഞ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ കയറി വരുന്നതാണ്. ഒറ്റയടി കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി നോക്കി ചിലപ്പോൾ സംടൈംസ് നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യും ബാലൻസ് ഷീറ്റ് ഒക്കെ ആയിരിക്കും, ബാലൻസ് ഷീറ്റ് ഒക്കെ ആയിരിക്കും ഫില്ലപ്പ് ചെയ്യേണ്ടത്. കിട്ടുന്നത് ചെയ്തു പോയാൽ ആയിരിക്കും നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റും. അതർവൈസ് നമുക്ക് വീണ്ടും എല്ലാം മൊത്തം റിവൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാത്ത ടൈം കളയലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കറണ്ട് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ, സ്റ്റോക്ക് വന്നിരിക്കുന്നു, കാൽക്കുലേറ്റ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതെല്ലാം മെയിൻ പ്രോബ്ലത്തിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. Current ratio, current asset divided by current liability equal to 3.75. Then acid test ratio. Then acid test ratio. Acid test ratio because quick ratio അല്ലെങ്കിൽ liquid ratio എന്ന് പറയുന്നത് എന്താണ്? Acid test ratio. Quick asset divided by current liability is equal to 1.25. Then net working capital കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നു. കിട്ടിയില്ല സാർ. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, നേരത്തെ പോലെ നമ്മുടെ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ദാറ്റ് ഇംപ്ലൈസ് കറണ്ട് അസറ്റ് നോക്കാം. എപ്പോഴും ശ്രദ്ധിച്ചോണം. എന്നൊന്ന് ഞാൻ നമുക്കൊരു എന്തോ ഒരു ഇൻഫർമേഷൻ മിസ്സിംഗ് ആണോ എന്ന് ഡൗട്ട് തോന്നും. ആക്ച്വലി ഒന്നും മിസ്സിംഗ് അല്ല. കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 3.75 കറണ്ട് ലയബിലിറ്റി. സോ ക്വിക്ക് അസറ്റ് മീൻസ് എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് ജസ്റ്റ് നമുക്ക് എടുക്കുക സ്റ്റോക്ക് മാത്രമാണ് ഗിവൺ. സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു 1.25. നമുക്ക് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 3,75,000. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. സോ ദാറ്റ് ഇംപ്ലൈസ് കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് is equal to 1.25 current liability. So current asset ne current liability basis നമുക്ക് ഇങ്ങനെ എഴുതാം 3.75 current liabilities minus stock is equal to 1.25 current liability. 1.25 current liability ഇവിടെ വരുമ്പോൾ 3.75 current liability minus 1.25 current liability equal to minus stock അപ്പുറം stock നമുക്കറിയാലോ. So 2.5 current liability is equal to 3,75,000. So current liability കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഫോർമുല കൊടുക്കുമ്പോൾ കറണ്ട് അസറ്റ് കിട്ടും. Then current asset minus current liability.
അരുണ എന്തുകൊണ്ടാണ് അത് കിട്ടാതെ പോയത്? കറണ്ട് ലയബിലിറ്റിയുടെ കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തില്ല അല്ലെ? രണ്ട് സ്റ്റെപ്പ് നമുക്കുണ്ടോ? ഇതൊരു വലിയ ക്വസ്റ്റിനകത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമുക്ക് തോന്നും ഇത് കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നും. ആക്ച്വലി ഉണ്ട്, ഇങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റെപ്പിലേക്ക് കൊണ്ടുവന്നാൽ എത്രയും പെട്ടെന്ന് ആൻസർ ആണ്. അഞ്ജന കിട്ടിയായിരുന്നോ? എത്ര കിട്ടി? കറണ്ട് ലയബിലിറ്റി current liability 1 lakh. 1,50,000 3,75,000 divided by 2.5. 1,50,000. So current liability 1,50,000 ആണെങ്കിൽ current asset എത്ര വരും? 3.75 into current liability. 3.75 into 1,50,000. 1,50,000 into 3.75. Right? 5,62,500. So നമുക്ക് current asset ഉം current liability അല്ല ചോദിച്ചിരിക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. Current asset minus current liability 5,62,500 minus 1,50,000. Correct answer? 12,500. കിട്ടിയില്ലേ? ക്ലിയർ? സോ നല്ലൊരു ക്വസ്റ്റൻ ആണിത്. നമ്മളൊരു വലിയൊരു ക്വസ്റ്റിനകത്ത് പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇതിനകത്ത് ഇതിട്ട് കൊടുത്തില്ല എങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? ഇത് കറണ്ട് അസറ്റും ക്വിക്ക് അസറ്റും മാത്രമല്ലേ ക്വിക്ക് ലയബിലിറ്റിയും ക്വിക്ക് റേഷ്യോ മാത്രമല്ലേ തന്നിട്ടുള്ളൂ. ഇതെങ്ങനെ ആൻസറിലേക്ക് എത്തും എന്നൊരു ഡൗട്ട് വരും. സോ ഇങ്ങനെയാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇതാണ്. ഇക്വേഷൻ ഫോർമുല കറണ്ട് അസറ്റ് ഇൻ ടേംസ് ഓഫ് കറണ്ട് ലയബിലിറ്റി. ദെൻ രണ്ടാമത്തെ ക്വിക്ക് അസറ്റിന്റെ ഫോർമുല, അത് കറണ്ട് അസറ്റിന്റെ പാർട്ടിൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഫോർമുല ഇൻ ടേംസ് ഓഫ് കറണ്ട് ലയബിലിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് ലയബിലിറ്റി കിട്ടും. ദെൻ കറണ്ട് അസറ്റ് ആ ഒരു ഫിഗർ കൊണ്ട് മൾട്ടിപ്ലൈ കറണ്ട് അസറ്റ്. Then current asset minus current liability, working capital. Then next question. Total current assets are 3 lakh. Current ratio is 2.5 and fixed assets are 64% of capital. Calculate capital and fixed asset. Current ratio 2.5, current asset 3 lakhs, fixed asset 64% of capital. Current asset divided by current liability and the current ratio 2.5. The current asset is 3 lakhs divided by current liability and 2.5. Therefore, current liabilities is equal to 3 lakhs divided by 2.5. 1,20,000. Current liability 1,20,000. So current asset at current asset, right? Therefore, current asset is equal to Current asset from 1,20,000 into 2.5. 3 lakhs. And fixed assets are 64% of the capital. Calculate capital and fixed asset.
ഒന്ന് കമ്പ്യൂട്ട് ചെയ്യുക. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് ചിന്തിക്കുക. ഒരു നമ്മുടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. എങ്ങനെ വരുമെന്ന് ഒന്ന് ചിന്തിച്ചെടുക്കുക. കിട്ടിയ ആൻസർ? ഇല്ല സാർ. അഞ്ചിന് കിട്ടിയോ? ഇതൊക്കെയാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്. കണ്ടു കഴിഞ്ഞാൽ ഇത് ഒറ്റ ലൈനേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ബട്ട് സംടൈംസ് നമുക്ക് ഇതേയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് തരുന്നുണ്ട്. ഇൻഡെപ്ത് നോളജ് ആ ഒരു ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കറണ്ട് അസറ്റ് എന്താണ്, കറണ്ട് ലയബിലിറ്റി എന്താണ്, അതിന്റെ ഒരു ഇൻഡെപ്ത് നോളജ് ആണ് ഈ ഒരു ഒറ്റ ലൈനിൽ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് വരാം? നമുക്കറിയാവുന്ന ഫോർമുല എന്താണ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് അല്ലെ? 3 lakh minus 1,20,000 equal to 1,80,000. സോ ഈ ഒരു ഫോർമുല വെച്ച് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഫിക്സഡ് അസറ്റ്സ് ആർ 64% ഓഫ് ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, വേറെ ഒരു ഫോർമുല ഒന്ന് സ്റ്റാർട്ട് എഴുതിക്ക. വർക്കിംഗ് ക്യാപിറ്റൽ. സോ നോൺ കറണ്ട് അതിന്റെ ബേസിസിലാണെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു നോൺ കറണ്ട് ലയബിലിറ്റീസ് മൈനസ് നോൺ കറണ്ട് അസറ്റ്സ്. സോ ഒന്ന് മാർക്ക് ചെയ്തൊക്കെ ഈ ഒരു പർട്ടിക്കുലർ ഫോർമുല വെച്ചിട്ടേ നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാതെ നമുക്ക് ആ ഒരു ഫോർമുല എങ്ങനെ ഡിറൈവ് ചെയ്തു എന്ന് കൂടെ നോക്കിക്കളയാം. സോ ജസ്റ്റ് ഒരു ഇതായിട്ട് എടുക്കണം ഞാൻ. ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട്. ഓക്കെ, സോ ലയബിലിറ്റീസ് ഇവിടെ നമുക്കറിയാം കറണ്ട് ലയബിലിറ്റി, കറണ്ട് അസറ്റ്. സോ മിച്ചമുള്ളതിനെ നോൺ കറണ്ട് ലയബിലിറ്റി, നോൺ കറണ്ട് അസറ്റ്സ്. ജസ്റ്റ് ഞാനൊരു ഫിഗർ എടുക്കുകയാണ്. നോൺ കറണ്ട് ലയബിലിറ്റീസ് 60, കറണ്ട് ലയബിലിറ്റീസ് 40, അങ്ങനെ 100. ഇത് രണ്ടും 50 ആയിട്ട് എടുക്കുക. ഇത് വരും 100. നമ്മുടെ കറണ്ട് അസറ്റ്സിന്റെ ബേസിസിലാണെങ്കിൽ എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എന്ത് കിട്ടും? വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എത്ര കിട്ടും? 50 minus 40 equal to 10. സോ അതേപോലെ ഇപ്പൊ നമ്മൾ പഠിച്ച ഫോർമുല ഇതാണ്, നേരെ തിരിച്ചു വരും. നോൺ കറണ്ട് ലയബിലിറ്റീസ് എത്ര ഉണ്ട്? നോൺ കറണ്ട് ലയബിലിറ്റീസ് മൈനസ് നോൺ കറണ്ട് അസറ്റ്സ്. 60 minus 50 equal to 10 വന്നില്ലേ? ക്ലിയർ ആയോ? അതെ സാർ. 60 minus 50 equal to 10. സോ തിരിച്ചൊരു ഫോർമുല കൂടെ ഉണ്ട്. നോർമലി നമ്മളെല്ലാം എടുക്കുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇങ്ങനെ ചെയ്താലും എന്താണ്? നോൺ കറണ്ട് ലയബിലിറ്റീസ് മൈനസ് നോൺ കറണ്ട് അസറ്റ്സ് നമുക്ക് എന്ത് കിട്ടും? വർക്കിംഗ് ക്യാപിറ്റൽ തന്നെ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ തന്നെ കിട്ടും. ക്ലിയർ ആയോ? അതെ സാർ. അഞ്ചിനെ ക്ലിയർ അല്ലേ? ഒരു ഇൻഡെപ്ത് നമ്മുടെ ഒരു ബേസിക് ആ ഒരു ഇൻഡെപ്ത് നോളജ് ആണ്. അതായത് നമുക്ക് ആ ഒരു ബാലൻസ് ഷീറ്റിന്റെ ജസ്റ്റ് ഒരു 2 ഫോർമാറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അസറ്റ് അല്ലെങ്കിൽ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തന്നില്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫോർമുല യൂസ് ചെയ്താലും നമുക്ക് ആൻസറിലേക്ക് വരും. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് എന്താണ് ഇനി എന്താണ്? 64% ഫിക്സഡ് അസറ്റ് ആർ 64% ഓഫ് ദ ക്യാപിറ്റൽ. കാൽക്കുലേറ്റ് ക്യാപിറ്റൽ ആൻഡ് ഫിക്സഡ് അസറ്റ്സ്. സോ നമുക്ക് ഇവിടെ ഈ ഒരു നമ്മുടെ ഇത് നമ്മൾ ബേസിക് നമുക്ക് ഈ ഒരു ഫോർമുലയിലേക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തതെന്ന് ഒരു എക്സാമ്പിൾ ഇത് കാണിച്ചാണ്, എങ്ങനെ വരുന്നത് കാണിച്ചാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി അല്ല, നമ്മൾ നോൺ കറണ്ട് അസറ്റും നോൺ കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ നേരെ തിരിച്ചൊരു നോൺ കറണ്ട് ലയബിലിറ്റീസ് മൈനസ് നോൺ കറണ്ട് അസറ്റ്സ് ഫോർമുല. ദെൻ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിനകത്ത് എഴുതുക അസംഷൻ ആണ്. അസംഷൻ വേറെ നമുക്ക് അങ്ങനെ എടുത്താലും നമുക്ക് അസംഷൻസ് എടുക്കാം. നോൺ കറണ്ട് ലയബിലിറ്റീസ്, non current liabilities
non-current liabilities comprises only capital. So equity our capital മാത്രമാണ് എന്ന് എടുക്കാം. Then അതേപോലെ second one, non-current assets comprises only fixed assets. Comprises only fixed assets. ഇനി ഈ അഡ്ജസ്റ്റ്മെന്റ് വെച്ചൊന്ന് ചെയ്യാൻ പറ്റും. So the formula working capital equal to non-current liabilities minus non-current assets. NCL നമുക്ക് എക്സാമിന് എഴുതരുത്, നമ്മളിപ്പോ യൂസ് ചെയ്താണ് non-current liabilities minus non-current asset. Okay. So ഇവിടെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് നമുക്കറിയാം, 1,80,000. 1,80,000. പിന്നെ എന്ത് തന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനില്? Fixed assets are 60% of capital. So non-current liability എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മാത്രമായിട്ടാണ് എടുത്തിരിക്കുന്നത്? ക്യാപിറ്റൽ മാത്രമായിട്ടാണ്. സോ ക്യാപിറ്റൽ മൈനസ് non-current asset എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ്? ഫിക്സഡ് അസറ്റ്. ഇതിന്റെ 64%, that means 0.64 current liabilities. Sorry, non-current liabilities. Non-current liabilities. I question clear ആയോ? അതെ. So non-current liabilities അല്ലെങ്കിൽ capital. Non-current liabilities എന്നാണ് എടുത്തിരിക്കുന്നത്, ക്യാപിറ്റൽ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അസംഷൻ ആണ് നമ്മുടെ, വേറെ ഒന്നുമില്ല, ക്യാപിറ്റൽ മാത്രമാണ്. ക്യാപിറ്റൽ ഇൻടു ക്യാപിറ്റൽ. Therefore നമുക്ക് എന്ത് വരും? ക്യാപിറ്റൽ അല്ലെങ്കിൽ 0.36 ക്യാപിറ്റൽ പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1,80,000. So capital എത്ര കിട്ടും? Capital is equal to 1,80,000 divided by 0.36, 5 lakhs. So capital 5 lakh ആണെങ്കിൽ therefore fixed asset എന്ന് വരും 5 lakh into 64%. 3,20,000. ഇതിന് എക്സാമിന് ഒന്നെങ്കിൽ ലാക്സിൽ തന്നെ എഴുതണം, അല്ലെങ്കിൽ മുകളിൽ ലാക്സ് എന്ന് എമൗണ്ട് ഇൻ ലാക്സ് എന്ന് എഴുതിയിട്ട് നമുക്ക് ബെറ്റർ, നമുക്ക് ഒത്തിരി അഡ്ജസ്റ്റ്മെന്റ് വരുവാണെങ്കിൽ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഫിഗർ തൗസൻഡ്സിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണെങ്കിൽ നമുക്ക് ബെറ്റർ 0 ഇട്ട് പോവാം. അവിടെ ഒരു 0.0 അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അശ്രദ്ധ കൊണ്ട് നമുക്ക് പോകും. പക്ഷെ 50,000 നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് ലാക്സിലോ 10 ലാക്സിലോ ഒക്കെ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ അതേ ടച്ച് ചെയ്തുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റും തെറ്റും. അതുകൊണ്ട് നമുക്ക് ലാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 3.2 എന്ന് എഴുതുന്നതിന് പകരം 3,20,000 എഴുതി മറ്റേ അങ്ങനെ പോകുന്നത് നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രസന്റേഷൻ വൈസ് അവർക്ക് കാണാൻ രസമുണ്ടാവും. ബിക്കോസ് നമ്മുടെ ഒരു സച്ചാൻസറൊക്കെ ആ രീതിയിലാണ് നോർമൽ സെനാരിയോയിൽ വരുന്നത്. പിന്നെ നമുക്കും എക്സാം പോയിന്റ് ആ ഒരു ടൈമിൽ ആഡ് ചെയ്യാൻ. സോ കുറെ എണ്ണം ലാക്സിൽ കുറെ എണ്ണം പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്ററിലും ആഡിങ് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് വരും. ബെറ്റർ ചെറിയ അത്ര സമയം എടുക്കില്ല ഒന്ന് എഴുതി വിടുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. സോ ഒരെണ്ണം പോയിന്റിൽ 1 ലാക്സിൽ അങ്ങനെ ഇൻ ബിറ്റ്വീൻ കണ്ടുപിടിക്കും. ചിലപ്പോൾ 50,000 നമ്മൾ എന്തെങ്കിലും അല്ലെങ്കിൽ 5 എന്നോ ടൈംസോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഫിഗർ എഴുതുമ്പോൾ മാറിപ്പോയി കഴിഞ്ഞാൽ അതേ ടച്ച് ചെയ്തുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു പീരീഡിൽ നമുക്ക് ചെറിയൊരു കോൺസെൻട്രേഷൻ വന്നാൽ മതി. അതുകൊണ്ട് ബെറ്റർ എഴുതി ഇങ്ങനെ പോയിന്റ് ആക്കാതെ ലാക്സിൽ തന്നെ ചെയ്തു പോകാം. ക്ലിയർ അല്ല ഉണ്ടോ? നമ്മൾ അഡീഷൻ ഉണ്ടോ പറഞ്ഞ ഒറ്റ ലൈൻ ക്വസ്റ്റൻ ആണ്, പക്ഷെ വലിയൊരു കോൺസെപ്റ്റ് കയറി വന്നു. നമുക്ക് ഇനി ഇതേപോലെ സംഭവം കയറി വന്നാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഈ ഫോർമുല അപ്ലൈ ചെയ്ത് ഒറ്റയടിക്ക് ആൻസറിലേക്ക് വരാം. സോ വർക്കിംഗ് ക്യാപിറ്റൽ കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി, അതായത് നോൺ കറന്റ് അസറ്റ് നോൺ കറന്റ് ലയബിലിറ്റി മാത്രമേ നമുക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ നേരെ തിരിച്ചൊരു ഫോർമുലയോടെ നമുക്ക് അപ്ലൈ ചെയ്യാം. നോൺ കറന്റ് ലയബിലിറ്റീസ് മൈനസ് നോൺ കറന്റ് അസറ്റ്സ്. ക്ലിയർ അല്ലേ? ഡൗട്ട് ആണോ? Okay. Clear. The next question. Okay, ഭയങ്കര സ്കോറിംഗ് ആണ് കേട്ടോ ആക്ച്വലി ഫിനാൻഷ്യൽ മാനേജ്മെന്റ്.
ചെറിയ ഒരു കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ക്വസ്റ്റൻ ആണ്, കോസ്റ്റിംഗ് ഒരു വലിയ ക്വസ്റ്റൻ ഒന്നുമല്ല, ഒരു ചെറിയ ക്വസ്റ്റൻ ആണ്. പക്ഷെ അതിലൊരു കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് അവർ ഇട്ടിട്ടുണ്ടാവും. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്താൽ നമുക്ക് ഈ ടൈം എളുപ്പം ചെയ്തു പോകാം. സെക്കൻഡ് ഗ്രൂപ്പില് ഇത് പ്ലസ് എക്കണോമിക്സ് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനുള്ള ഒരു പേപ്പറാണ് ആക്ച്വലി. From the information given, calculate the amount of fixed asset and proprietors fund. Calculate the amount of fixed asset and proprietors fund. Did you answer? Okay. Sir. So ratio of fixed asset to proprietors fund, fixed asset divided by proprietors fund is equal to 0.75. Then net working capital, current asset minus current liability, non-current liabilities minus non-current assets. So method assumption, non-current assets implies fixed assets only, non-current liabilities implies proprietors fund. Substitute here and select here. So corresponding fixed asset is equal to 0.75 proprietors fund. Working capital, net working capital is equal to proprietors fund minus fixed asset, non-current asset number fixed asset is equal to 6 lakhs. So fixed asset proprietors fund in the basis 0.75. That implies proprietors fund minus 0.75 proprietors fund is equal to 6 lakhs. That implies 0.25 proprietors fund another 6 lakh. Therefore, proprietors fund will be proprietors fund will be equal to 6 lakh divided by 6 lakh divided by 0.25. 0.25. Try to 24 lakhs. 24 lakhs. Okay. So proprietors fund 24 lakhs fixed asset 24 lakhs into 0.75 lakh. Fixed asset is equal to 24 lakhs into 0.75. Try to 18 lakhs. 18 lakhs. Clear? അതിനകത്ത് ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത ഇത് യൂസ് ചെയ്താണ് ഇത് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഇത്രയും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റിയാണ്. നമ്മുടെ ഒരു പെർഫോമ ബാലൻസ് ഷീറ്റ് വരച്ചിട്ട് മിച്ചമുള്ളത് നമ്മൾ ഇപ്പുറത്തുനിന്ന് കുറച്ചാൽ, അതായത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തന്നില്ല എങ്കിൽ നമ്മൾ എങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കും, ദെൻ അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഇക്വേഷൻ കൂടെ തന്നിട്ടുണ്ടാവും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിലേക്ക് വരിക. ഓക്കെ അല്ലേ? അതെ സാർ. Any basis clear question? നമുക്ക് നോർമലി എക്സാമിന് ചോദിക്കുന്ന ഒരു ഫോർമാറ്റ് ആണ്. കുറച്ച് ഡേറ്റ തരും, ദെൻ അത് വെച്ചിട്ട് കുറെ റേഷ്യോസ് അല്ലെങ്കിൽ കുറെ മിസ്സിംഗ് ഫിഗേഴ്സ്. From following accounting information, so and so, inventory turnover ratio, creditors turnover ratio, debtors turnover ratio, current ratio, gross profit ratio, total sales, the cash sales, 25% of credit sales, cash purchases 2,30,000, working capital 2,80,000, closing inventory 8,000 more than opening inventory. Okay. So നല്ലൊരു ക്വസ്റ്റൻ ആണ്, എക്സാമിന് നോർമലി ചോദിക്കാവുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ ഒന്ന് നോക്കുക, ആൻസർ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക.
നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനില് കുറെ ഐറ്റംസ് ചോദിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഇത് ആദ്യം കണ്ടുപിടിച്ച് പറഞ്ഞോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയാണ് വരുന്നെങ്കിൽ ഇത് ഓരോന്നും സെപ്പറേറ്റ് കിട്ടുന്ന അനുസരിച്ച് എടുത്തിട്ട് ഡബിൾ ലൈൻ ചെയ്ത് ഓരോന്നും എടുത്ത് കാണിച്ചേക്കണം ഇന്നതാണ്, അല്ലെങ്കിൽ ഒരു ബോക്സിലിട്ട് കാണിച്ചേക്കണം. ആവറേജ് ഇൻവെന്ററി ഇത്ര കിട്ടി. നമ്മളെല്ലാം വർക്കിംഗ് നോട്ട് പ്ലസ് ആൻസർ അങ്ങനെ ചെയ്തു പോവാണ്. അവസാനം എടുത്തെഴുതാൻ എത്രയാണ് നമ്മൾ എടുത്തെഴുതാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ആവറേജ് ഇൻവെന്ററി കിട്ടുമ്പോഴത്തേക്കും ഒരു ബോക്സിൽ ഇട്ടേക്കണം, അല്ലെങ്കിൽ ഡബിൾ ലൈൻ ഒക്കെ വരച്ചിട്ട് എടുത്ത് കാണിച്ചേക്കണം. ഇതാണ് ആൻസർ. സോ നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ടോട്ടൽ സെയിൽസ് എത്രയാണ്? 30 lakhs അല്ലെ. ദെൻ ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസിന്റെ 25%. സോ നമുക്ക് അത് കണ്ടുപിടിക്കണം. ദെൻ ക്യാഷ് പർച്ചേസസ്. സോ ക്യാഷ് സെയിൽസ്, ടോട്ടൽ സെയിൽസ് 30 lakhs. നമുക്ക് ഇതിനകത്ത് എന്താണ് പിന്നെ നോക്കിയ GP റേഷ്യോ. സോ ഗ്രോസ് പ്രോഫിറ്റ് എത്രയായിരിക്കും? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 30 lakh ഇൻറ്റു GP റേഷ്യോ ഫോമുല എന്താണ്? GP ഡിവൈഡ് ബൈ സെയിൽസ് അല്ലേ? സോ GP എത്രയായിരിക്കും? സെയിൽസ് ഇൻറ്റു GP റേഷ്യോ ഇൻറ്റു 25% കിട്ടും 7,50,000. സോ നമുക്ക് എന്താ ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കുന്ന ഫോമുല എന്താണ്? ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് തന്നിട്ടുണ്ട്? ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ. സോ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയുടെ ഫോമുല എന്താണ്? ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി അല്ലെ. സോ സെയിൽസും GPയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 30 lakhs minus 7,50,000 കിട്ടും 22,50,000 ആണ് എന്ത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. The closing inventory is 80,000 more than opening inventory. So then നമുക്ക് എന്താണ് ഫസ്റ്റ് ആൻസറിലേക്ക് വരാം. തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് വെച്ചിട്ട് ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കുന്നതിലോട്ട് വരാം. സോ എന്തായിരുന്നു? ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 6 times. ഇൻവെന്ററി ടേൺ ഓവർ ratio 6 times. So inventory turnover ratio formula എന്തായിരുന്നു? 6 is equal to cost of goods sold divided by average inventory. So that implies average inventory is equal to 22,50,000 divided by 6, 30. 3,75,000. So okay, that average inventory. നമ്മൾ ഇത് സെപ്പറേറ്റ് എടുത്ത് എഴുതാൻ ഉദ്ദേശിക്കുന്നത് എക്സാമിന് നമ്മൾ ഇത് കിട്ടിയെന്ന് കാണിക്കാൻ ഡബിൾ ലൈൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബോക്സിലിട്ടേക്ക് A എന്ന് പറഞ്ഞിട്ട് ആവറേജ് ഇൻവെന്ററി. അതായത് ഇനിയിപ്പോ എടുത്തെഴുതി നമ്മൾ സമയം കളയുന്നില്ല. എക്സാമിന് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഞാൻ ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻ ബിറ്റ്വീൻ ആണ് കിട്ടിയത് A. ആവറേജ് ഇൻവെന്ററി കിട്ടി. സോ ഫസ്റ്റ് വൺ ഓവർ. ദെൻ പിന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? പർച്ചേസസ്. എങ്ങനെ കണ്ടുപിടിക്കാം? പർച്ചേസസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. നമുക്ക് അതിനകത്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് പ്ലസ് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അല്ലെ എക്സ്പെൻസസ്. കറക്റ്റ് അല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല, ഡയറക്റ്റ് എക്സ്പെൻസിനെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഇതെന്താണ്? അസംഷൻ ആണ്, നമുക്ക് ഒന്നുമില്ല. ഓക്കെ, അസംഷൻ ക്വസ്റ്റ്യനിൽ ഒന്നും പറയാത്തതുകൊണ്ട് അസംഷൻ ആണ്. ദർ ഇസ് നോ ഡയറക്റ്റ് എക്സ്പെൻസ്. നമ്മുടെ അസംഷൻ ആണ്, ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള നമ്മുടെ അസംഷൻ ആണ്. സോ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയായിരുന്നു? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 22,50,000 is equal to ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തമ്മിലുള്ള ക്ലോസിംഗ് ഇൻവെന്ററി ഈസ് ആവറേജ്. നമുക്കറിയാം ആവറേജ് എത്രയാണ്?
3,75,000. So average inventory അറിയാം നമുക്ക്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാം? Average inventory അറിയാം. Average inventory formula എന്താണ്? Opening plus opening stock plus closing stock divided by 2. നമുക്കറിയാം 3,75,000. Okay, so ഡിഫറൻസ് ക്വസ്റ്റ്യൻ പറയുന്നില്ല. ഓപ്പണിംഗ് ക്ലോസിംഗ് കണ്ടുപിടിക്കാം. അത് വെച്ചിട്ട് നമ്മൾ പർച്ചേസ് കണ്ടുപിടിക്കും. ഓപ്പണിംഗ് ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് വെച്ച് പർച്ചേസ് കണ്ടുപിടിക്കാം. ഇതില്ലല്ലോ, അതോട്ടോ വരുന്നത്. സോ ഡിഫറൻസേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ആവറേജ് കിട്ടുന്നത് ഡിഫറൻസ് എടുത്ത് വരുമ്പോൾ കിട്ടണം. അതുകൊണ്ട് എപ്പോഴും ഇക്വേഷൻ ഇട്ട് ചുമ്മാ തന്നെ അത് ഏതെങ്കിലും വാല്യൂ ഇട്ടിട്ട് 8,000 കുറച്ച് അല്ലെങ്കിൽ 6,000 കുറച്ച് എഴുതി വെക്കരുത്. നമ്മള് ഇക്വേഷൻ ഇട്ട് തന്നെ കണ്ടുപിടിക്കാം കേട്ടോ. സോ ക്ലോസിംഗ് ഇൻവെന്ററി ഈസ് 8,000 മോർ ദാൻ ഓപ്പണിംഗ് ഇൻവെന്ററി. സോ ഓപ്പണിംഗ് എക്സ് എടുത്താൽ ക്ലോസിംഗ് എക്സ് പ്ലസ് 80,000 ആവും. 80,000 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എന്താണ്? 3,75,000. So therefore, x equal x 3,35,000. 3,35,000. So opening stock 3,35,000. Therefore, opening stock 3,35,000. Closing stock 4,15,000. So opening stock in a cutlam 80,000 കൂടുതലാണ്. 4,15,000. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് മിസ്സിംഗ് ഫിഗർ എന്തായിരിക്കും? പർച്ചേസസ് ആയിരിക്കും. 3,35,000 plus purchases minus 4,15,000. Purchases is equal to 2,25,000 plus 4,15,000 minus 3,35,000. Try to answer. $22 lakh. 22 lakh 25,000. 22,25,000 plus 4,15,000 minus 3,35,000. 30 purchases. 22,50,000. 2 lakhs next upon our difference. 22,50,000. 22,50,000 plus 4,15,000 minus 3,35,000. Right answer. 23,30,080. So purchases, the second question answer over. The average debtors. Average debtors and in the Kavana. Average debtors. So debtors turnover ratio under. So debtors turnover ratio formula endana? Net credit sales divided by average debtors. So next one. Debtors turnover ratio. 8 times. 8 times. So debtors turnover ratio formula endana? Net credit sales divided by average debtors. Now debtors in the
cash purchases, capital, working capital, closing inventory. So debtors in the opening closing average debtors കിട്ടും. Then total sales on the 30 lakhs. Total sales ആയിട്ടുള്ള sales 30 lakhs അല്ലേ? അതെന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് രണ്ട് ടൈപ്പ് സെയിൽസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. ക്രെഡിറ്റ് സെയിൽസ്, ക്യാഷ് സെയിൽസ്. അത് പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? Cash sales 25% of credit sales. Credit sales, okay. Cash sales is 25% of credit sales. So നമുക്ക് credit sales exact എടുത്താൽ cash sales എത്ര വരും? 0.25x. രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ സെയിൽസ് കിട്ടും. 1.25x is equal to 30 lakhs. Therefore, x is equal to 30 lakhs divided by 1.25 divided by 1.25. 24 lakhs. 24 lakhs എന്താണ് കിട്ടിയത്? Credit sales. Credit sales. Okay. So now credit sales ആയി ആ turnover ratio യിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 24 lakhs divided by average debtors. Therefore, average debtors ആണ് നമുക്ക് മൂന്നാമത് കണ്ടുപിടിക്കേണ്ടത്. 24 lakh divided by 8. 3 lakhs. Clear? So third one over. Third scenario, average debtors. So in average creditors. Average creditors. So നമ്മൾ ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൊണ്ട് തീരുന്നില്ല. ക്വസ്റ്റ്യനിൽ എന്താണ്? ക്യാഷ് പർച്ചേസ് തന്നിട്ടുണ്ട്. ക്യാഷ് പർച്ചേസ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? എന്ത് അസംഷൻ കൊണ്ടുവരും? ടോട്ടൽ പർച്ചേസ് മസ്റ്റ് ആണ് എഴുതണം. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് purchases are for credit അല്ലെങ്കിൽ all purchases are credit purchases. Okay, so ഇവിടെ ക്യാഷ് പർച്ചേസ് തന്നിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത ഇനി എന്താണ്? ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ അല്ലെ? ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ, ആവറേജ് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ, ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് അടുത്ത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഫോർമുല എന്താണ്? Credit purchase. Credit purchase Divided by total. Purchases divided by Average. creditors. So the trend തന്നിട്ടുണ്ട്. എത്ര ടൈംസ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 10 times. 10 times. So creditors turn over ratio 10. Then 10 is equal to credit purchase. So work note ആണ് നമുക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ പർച്ചേസ് എത്ര ഉണ്ടായിരുന്നു അത് നമ്മൾ കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ച് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് കിട്ടില്ല. ക്രെഡിറ്റ് പർച്ചേസ് റോങ് ആണ്. ദാറ്റ് മീൻസ് രണ്ട് ആൻസർ റോങ് ആവും. 23,30,000 minus 2,30,000. So credit purchase 23,30,000 total purchases minus അതിൽ നിന്ന് ക്യാഷ് പർച്ചേസ് കുറച്ചാൽ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ക്രെഡിറ്റ് പർച്ചേസസ് ആണ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ്. സോ ആവറേജ് ക്രെഡിറ്റേഴ്സ് എത്ര വരും? therefore ആവറേജ് ക്രെഡിറ്റേഴ്സ് 21 lakhs. So 23,30,000 ne 2,30,000 കുറയ്ക്കുമ്പോൾ 21 lakhs divided by 10. 2,10,000. 2,10,000. 2,10,000. So എന്ത് കിട്ടി? ആവറേജ് ക്രെഡിറ്റേഴ്സ്. അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ആവറേജ് ക്രെഡിറ്റേഴ്സ് കിട്ടി. ഇനി ആവറേജ് പേയ്മെന്റ് പീരീഡ്, ആവറേജ് കളക്ഷൻ പീരീഡ്. ആവറേജ് പേയ്മെന്റ് പീരീഡ്, ആവറേജ് കളക്ഷൻ പീരീഡ്. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ, ഡെറ്റേഴ്സ് ടേൺ ഓവർ നന്നായിക്കോട്ടെ. അടുത്ത എന്താണ്? ആവറേജ് പേയ്മെന്റ് പീരീഡ്. ആവറേജ് പേയ്മെന്റ് പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് പേയ്മെന്റ് പീരീഡ് 365 divided by creditors turnover ratio. Okay. 365 divided by 10.
36 days or 37 days or out of 36. Months 12 divided by 10, 1.2 months. Therefore, average collection period. Average collection period. 365. 365 divided by debtors turnover ratio. 365 divided by 8. So, number 360 assumption it is assumed that 1 year will be taken as 1 year contains 360 days. Okay. Answer 365 divided by 8. 45 days. Okay, 46 and 45 days round off. 45 days round off. Rounded that means our posture clear out. The point figure but round 45 days. That's 12 divided by 8 12 divided by 8 1.5 months. 12 divided by 8 1.5 months. 1.5 months. Okay. Okay, sir. Then average payment period, collection period, current asset, current liability. Current assets, current liabilities. Current asset, current liability, net working capital. Current ratio. Current ratio 2.4. Current working capital, net working capital, working capital 2,80,000. Okay, so no mathematical computation. Current asset divided by current liability, 2.4. That implies current asset is equal to 2.4 current liability. Then working capital. That means current asset minus current liability equal to 2,80,000. 2,80,000. Main adjustment is current ratio in then net working capital quick asset. Stock and exam adjustment current ratio net working capital in the step current asset current liabilities and so current asset can be written as 2.4 current liability minus current liability is equal to 2,80,000. Therefore, 1.4 current liability is equal to 2,80,000. Therefore, current liability is equal to 2,80,000 divided by 1.4. 2,80,000 divided by 1.4. 2 lakhs. 2 lakhs. Right? 2 lakhs. 2 lakhs. Lyle. Current asset current liability. Then current asset is equal to current assets is equal to 2.4 into current liability, 2.4 into 2 lakhs. Current assets 4,80,000. 4,80,000. 4,80,000.